വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ. ക്രിസ്ത്യൻ സഭകളിൽ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയുമാണ് ഇപ്പോൾ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ സമുദ്ര നിലപാടായിരിക്കും സ്വീകരിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. യാക്കോബായ സഭ പക്ഷേ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ ലത്തീൻ സഭയും തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ലത്തീൻ സഭ സമദൂരമായിരിക്കുന്നു അവർ എടുത്തതിന് പറഞ്ഞിരുന്നു. പക്ഷേ BJP വിരുദ്ധമായ നിലപാടാണ് അവർ എടുത്തത്. ഇപ്പോൾ 3 സഭകൾ തങ്ങളുടെ നിലപാട് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. 3 സഭകൾക്കും കേരളത്തിലെ നിരവധി ലോക്സഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിലപാടുകൾ വളരെ നിർണായകമായിരിക്കും. അത് യാക്കോബായ സഭയുടെ നിലപാടിനെ കുറിച്ച് പറയുന്ന വാർത്ത ഇങ്ങനെയാണ്: ഇലക്ഷനിൽ പിന്തുണ ഇടതുമുന്നണിക്കെന്ന് യാക്കോബായ സഭ, സമദൂര നിലപാട് തുടരുമെന്ന് ഓർത്തഡോക്സ് സഭ. വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. തർക്കപരിഹാരത്തിന് മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലിൽ ഒരു പരിധിവരെ തൃപ്തരാണെന്നും യാക്കോബായ സഭ മെത്രോപൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് പറഞ്ഞു. ഇലക്ഷൻ അടുത്തിരിക്കെ LDFന് പിന്തുണ അറിയിച്ച് യാക്കോബായ സഭ. പ്രശ്നങ്ങൾ ഉള്ള സഭ എന്ന നിലയിൽ ഒപ്പം നിന്നവരെ സഹായിക്കുക എന്നത് കടമയെന്ന് യാക്കോബായ സഭ മെത്രോപൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഓർത്തഡോക്സ് സഭ സമദൂര നിലപാട് തുടരുമെന്നാണ് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ്റെ പ്രതികരണം. സഭാതർക്കത്തിൽ പിന്തുണ അറിയിച്ച് ചർച്ച് ബിൽ രൂപീകരണത്തിന് മുൻകൈയെടുത്ത സംസ്ഥാന സർക്കാരിനൊപ്പമെന്ന് യാക്കോബായ സഭ. തർക്കപരിഹാരത്തിന് മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലിൽ ഒരു പരിധിവരെ തൃപ്തരാണെന്നും യാക്കോബായ സഭ മെത്രോപൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ്. സംസ്ഥാന ദേശീയ രാഷ്ട്രീയം സംബന്ധിച്ച് പ്രതികരണത്തിനില്ല. ചാലക്കുടി മണ്ഡലത്തിൽ സഭാ അംഗമായ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയും ഇങ്ങനെയായിരുന്നു. എന്നാൽ ഓർത്തഡോക്സ് സഭ സമദൂര നിലപാട് തുടരുമെന്ന് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ. സഭാതർക്കവുമായി ബന്ധപ്പെട്ട സാഹചര്യവും മറുപടിയിലുണ്ട്. വോട്ട് പെട്ടിയിൽ വീഴാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മധ്യ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ നിലപാട് അറിയിച്ചത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇലക്ഷൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇലക്ഷന് തൊട്ട് മുൻപായിട്ടാണ് അവർ തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ യാക്കോബായ സഭയ്ക്ക് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പലതുണ്ട്. അതിൽ തന്നെ ചാലക്കുടി ലോക്സഭാ മണ്ഡലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ഒരു യാക്കോബായ സഭ അംഗമാണെന്നും ശ്രദ്ധേയമായിട്ട് എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഇടതിന് അനുകൂലമായ ഒരു സ്വാധീനം, ഒരു മാറ്റം വരാനുള്ള സാധ്യത കൂടി ഈ നിലപാട് പ്രകാരമുണ്ട്. മാത്രമല്ല ഓർത്തഡോക്സ് സഭ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമദൂരമാണ്, അവർ പ്രത്യേകിച്ച് ഒരു നിലപാട് എടുക്കുന്നില്ലെന്നാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഓർത്തഡോക്സ് സഭ കാലാകാലങ്ങളായിട്ട് UDFനെയാണ് പിന്തുണച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDFന് അനുകൂലമായ ഒരു നിലപാട് അവരിൽ നിന്ന് വരാനാണ് സാധ്യതകൾ കൂടുതൽ. ഇതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ലത്തീൻ സഭ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. സമദൂരമായിരിക്കും നിലപാടെന്ന് അവർ എടുത്തു പറഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അത് ശക്തമായ BJP വിരുദ്ധ നിലപാടാണ് അവർ എടുത്തത്. കഴിഞ്ഞ ദിവസം ലത്തീൻ സഭ തങ്ങളുടെ പള്ളികളിൽ വായിച്ച, ഇടവകളിൽ വായിച്ച ഇടയലേഖനത്തിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല സർക്കുലറും പുറത്തിറക്കിയിരുന്നു. കഴിഞ്ഞ വീഴ്ച സമരത്തിന് ശേഷം ലത്തീൻ സഭയുടെ അക്കൗണ്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഫ്രീസ് ചെയ്തിരുന്നു, മരവിപ്പിച്ചിരുന്നു അവരെടുത്തതിന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP വിരുദ്ധമായ നിലപാടാണ് ലത്തീൻ സഭ എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിനപ്പുറത്തേക്ക് സമദൂരം എന്ന നിലപാടായിരിക്കും അവർ പിന്തുടരാൻ പോകുന്നതെന്ന് അവരെടുത്തതിന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവിടെയും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു സാധ്യതകൾ അവിടെ ഉണ്ട്. നിലവിലെ സാഹചര്യം അനുസരിച്ച് 3 സഭകളാണ് ഇപ്പോൾ തങ്ങളുടെ നിലപാട് വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ യാക്കോബായ സഭ പരസ്യമായിട്ട് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ മധ്യ കേരളത്തിൽ വളരെ നിർണായകമായിരിക്കും ഈ 2 സഭകളും എടുക്കുന്ന നിലപാട്. മാത്രമല്ല ഇതുവരെ പ്രഖ്യാപിക്കാൻ നിരവധി സഭകൾ ബാക്കിയുണ്ടെങ്കിൽ പോലും 3 സഭകൾ തങ്ങളുടെ നിലപാട് പരസ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയും സമുദായ സംഘടനകൾ പറയാനുണ്ട്. വരാനിരിക്കുന്ന വെള്ളിയാഴ്ചയാണ് എന്തായാലും ലോക്സഭാ ഇലക്ഷൻ. അതിന് തൊട്ട് മുമ്പായിട്ട് ഞായറാഴ്ചകളിലായിട്ട് എല്ലാ ക്രിസ്തീയ സഭകളും ഓരോന്നായി തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി സമുദായ സംഘടനകളും കൂടി പ്രഖ്യാപിക്കാറുണ്ട്. എന്തൊക്കെയായാലും ഇലക്ഷനാണ്, വളരെ നിർണായകമായ ഇലക്ഷനാണ്. അതിൽ തങ്ങളുടെ നിലപാട് ഓരോന്ന് പുറത്തറിയിച്ചുകൊണ്ടിരിക്കുകയാണ് സമുദായ സംഘടനകളും ക്രൈസ്തവ സഭകളും.